പലരും വെർജിനിറ്റിയെ പറ്റി സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അതൊന്നെങ്കിൽ സൈക്കോളജിസ്റ്റോ അല്ലെങ്കിൽ സെക്സോളജിസ്റ്റോ ഡോക്ടേഴ്സോ ഇവരോട് നമ്മൾ ചോദിക്കാറുണ്ട്. അതേപോലെ തന്നെ ഒരു അപ് ടു 30s അല്ലെങ്കിൽ ആ ഒരു ഏജിൽ ഉള്ള ആൾക്കാരൊക്കെ വെർജിനിറ്റിയെ പറ്റിയിട്ടൊക്കെ സംസാരിക്കുന്ന കേട്ടിട്ടുണ്ട്. പക്ഷെ കാറ്റഗറി ഒന്ന് മാറ്റി നോക്കിയാൽ ഒരു 20 തൊട്ട് 25 വയസ്സിന്റെ അകത്തുള്ള ഒരു പെൺകുട്ടി വെർജിനിറ്റിയെ പറ്റി സംസാരിക്കുകയാണ്, അല്ലെങ്കിൽ വെർജിനിറ്റി പോകുന്നത് അത്ര വലിയ വിഷയമല്ല എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ സൊസൈറ്റി അവളെ എന്തായിരിക്കും വിളിക്കാൻ പോകുന്നത്? അവരെ വേറൊരു പേരായിരിക്കും വിളിക്കാൻ പോവുക. ഇത് നോർമലാണ് എന്നുള്ളത് പറയുമ്പോൾ എല്ലാവരും ഇതിന്റെ അടിയിലും വന്നിട്ട് കമന്റ് ചെയ്യാനായിട്ട് ചാൻസ് ഉണ്ട് കാണുകയാണെന്നുണ്ടെങ്കിൽ. പക്ഷെ ഈ പറയുന്ന ആൾക്കാർ ആരും പെർഫെക്റ്റ് അല്ല എന്നുള്ളത് ഒന്നും മനസ്സിലാക്കുക. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവരുടെ ബാക്കിലോട്ടുള്ള ആ ഒരു സാഹചര്യവും കാര്യങ്ങളും ഒക്കെ ഇവരൊന്ന് ആലോചിച്ച് നോക്കേ. അപ്പോൾ ഇവർക്കും മനസ്സിലാവും ഇവരെന്തൊക്കെ ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. സോഷ്യൽ മീഡിയയിൽ വന്നിട്ട് കമന്റ് ചെയ്യാൻ ആർക്കും പറ്റും. എന്ന് വെച്ചാൽ ഇത് ചെയ്യണം, ഇതാണ് നല്ലത് എന്നല്ല പറയുന്നത്. അങ്ങനെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ നമുക്ക് അതിനകത്ത് എന്തെങ്കിലും പറയാൻ പറ്റുമോ? അത് തടയാൻ അത് പറ്റില്ല എന്ന് പറയാൻ ഇവരാരും അവരുടെ ലൈഫ് അവര് ജീവിക്കട്ടെ, അവരെങ്ങനെ വേണോ ജീവിക്കട്ടെ. അവരുടെ അച്ഛനും അമ്മയും നോക്കിക്കോളും. ഇവരുടെ അച്ഛനും അമ്മയാണ് താഴെ വന്ന് കമന്റ് ചെയ്യുന്നെങ്കിൽ ഓക്കെ. പക്ഷെ തൊട്ട അയൽവക്കത്തെ ആൾക്കാരും അല്ലെങ്കിൽ നാട്ടുകാരും ഒരു ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയയിലെ ചെറുപ്പക്കാരും അല്ലെങ്കിൽ അച്ഛനും ഒക്കെ ആവാനായിട്ട് പ്രായമുള്ള ആൾക്കാരും വന്നിട്ട് കമന്റ് ചെയ്യേണ്ട ആവശ്യമില്ല. അവരെന്താന്ന് വെച്ചാൽ അവരുടെ ലൈഫ് അങ്ങ് ജീവിച്ചോട്ടെ. അതിനിപ്പോ ആരെയും കുറ്റം പറയേണ്ട ആവശ്യമില്ല എന്നുള്ളതല്ലേ ഉള്ളൂ. ആ ഒരു റീലിനകത്തില് ഒരു പെൺകുട്ടി വന്ന് ഇതിനെപ്പറ്റി സംസാരിക്കുന്നതായിരുന്നു. ഒരു കോളേജ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഒക്കെ കാണിച്ചിട്ടാണ് ഒരു റീൽ ഇട്ടിരിക്കുക. അപ്പൊ അതിനകത്തില് ഒരു കമന്റ് ഈ കുട്ടി തന്നെ എഴുതി പിൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. നമുക്ക് ജീവിതത്തില് പല റിലേഷൻഷിപ്സും വരാം, അതിന്റെ അകത്തിൽ തന്നെ വെർജിനിറ്റി നഷ്ടപ്പെടാനുള്ള സാധ്യതകളും ഉണ്ട്. അപ്പോൾ വെർജിൻ നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ ആദ്യ സെക്സിൽ അല്ലെങ്കിൽ ഒരു പൂർണ്ണമായ സെക്സിലാണല്ലോ ഈ വെർജിനിറ്റി നഷ്ടപ്പെടുന്നത്. അതിനുശേഷം പിന്നീട് നിങ്ങൾക്ക് റിലേഷൻഷിപ്സ് ഉണ്ടായിരിക്കാം, നിങ്ങൾ സെക്സ് ചെയ്യുന്നുണ്ടായിരിക്കാം. ഇതൊരു പാപമായിട്ട് കാണേണ്ട ആവശ്യമല്ല. ഇതൊരു നോർമൽ തിങ് ആണ്. ഇതിനകത്തിൽ ഇത്ര മഹത്തരമായി നിങ്ങൾ എടുത്ത് അല്ലെങ്കിൽ ആ ഒരു അല്ലെങ്കിൽ ഇങ്ങനെ ഇങ്ങനെ നഷ്ടപ്പെട്ട ഒരാളെ അല്ലെങ്കിൽ അതിനുശേഷം റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടൊരാളെ പ്രോസ്റ്റിറ്റ്യൂട്ട് എന്ന് വിളിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ഇത് നിങ്ങളോട് എല്ലാവരോടും ചെയ്യാനൊന്നും ഇവിടെ ആരും വരുന്നില്ല. അവരുടെ ജീവിത കാലഘട്ടത്തിൽ അവർക്കുണ്ടാവുന്ന പേഴ്സണൽ അടുപ്പങ്ങളിലൂടെയാണ് ഒരു റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ ഒരു ഇമോഷണൽ കണക്ഷനിലൂടെയാണ് റിലേഷൻഷിപ്പ് രൂപപ്പെടുന്നത്. അതിനകത്തിൽ തന്നെ ഫസ്റ്റ് ഡേ ഒരാളെ കണ്ട് അങ്ങനെയൊന്നും അല്ല, അതിന്റെ ഒരു ഘട്ടങ്ങളിലായിരിക്കാം ഇതൊക്കെ സംഭവിച്ചു പോകുന്നത്. അപ്പോൾ നമ്മുടെ സൊസൈറ്റി നിങ്ങളൊക്കെ ഒന്ന് ബോധം വെക്കും എന്നാണ് ആ ഒരു പെൺകുട്ടിയെ കമന്റിലൂടെ പറയുന്നത്. ഇനിയെങ്കിലും ഈ തോട്ട്സുകളെ പറ്റിയിട്ടൊന്ന് കുറച്ചുകൂടി അപ്ഡേറ്റഡ് ആയിട്ട് നിങ്ങൾ ചിന്തിക്കൂ എന്ന രീതിയിലാണ്. ഈ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസയുടെ ഒരു മാനദണ്ഡത്തില്, പൈസയുടെ ഒരു അടിസ്ഥാനത്തിൽ ശരീരം വിൽക്കുന്ന ഒരു ആൾക്കാരെയാണ് നമ്മൾ അങ്ങനെ പറയുന്നത്. ഈ നമ്മുടെ ഒരു റിലേഷൻഷിപ്പിന്റെ ബേസിൽ ഒരു വെർജിനിറ്റി പോയി എന്ന് വിചാരിച്ചിട്ട് അവരെങ്ങനെയാണ് ഈ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ ആവുന്നത് എന്നുള്ളത് എനിക്ക് ഇപ്പോഴും മനസ്സിലായില്ല. അങ്ങനെയുള്ള ആൾക്കാരെ ഈ പ്രോസ്റ്റിറ്റ്യൂട്ട് ആക്കുകയാണെന്നുണ്ടെങ്കിൽ അവരുമായിട്ട് ഫിസിക്കലി കണക്ട് ചെയ്തിട്ടുള്ള എല്ലാ ആൾക്കാരെയും പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് തന്നെ വിളിക്കേണ്ടി വരും. അത് ആണുങ്ങളായിക്കോട്ടെ പെണ്ണുങ്ങളായിക്കോട്ടെ. അപ്പം അവരെ ആ ഒരു രീതിയിൽ തന്നെ കാണാൻ പറ്റുള്ളൂ. ഇല്ലാണ്ട് അവരെ മാത്രം മറ്റേ രൂപക്കൂട്ടിൽ വെക്കേണ്ട നിലവിലത്തെ സാഹചര്യത്തിലില്ല. ഇങ്ങനത്തെ പോകുന്ന ആൾക്കാര് അവര് പറയുന്നുണ്ട് ഞങ്ങൾ ഇങ്ങനെയാണ് എന്നുള്ളത്. പിന്നെ ഒരു കൂട്ടം ആൾക്കാരുണ്ട് അവർക്ക് ഈ ഫിസിക്കൽ റിലേഷൻ ഇഷ്ടമാണ്, അല്ലെങ്കിൽ അവർക്ക് ഇങ്ങനെ കണ്ടിന്യൂസ് ഇങ്ങനെ ഒരു ഫിസിക്കൽ റിലേഷനുകളിൽ ഏർപ്പെടാനായിട്ട്, മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സിൽ ഏർപ്പെടാനായിട്ട് ആഗ്രഹമുള്ള ആൾക്കാരാണ്. സോ നമ്മൾ എങ്ങനെയാണ് അവരെ പ്രോസ്റ്റിറ്റ്യൂട്ടുകൾ എന്ന് വിളിക്കുന്നത്? ഞാൻ അവരെ ന്യായീകരിക്കുന്നതല്ല. അവർക്ക് അവരുടെ ലൈഫിൽ അങ്ങനെ ചെയ്യാനാണ് ആഗ്രഹം. അതായത് വളരെ ലാഘവത്തോടു കൂടി പറയുന്നതല്ല, അവരങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പൊ അവരെ അങ്ങനെ വിളിക്കേണ്ട കാര്യം ഉണ്ടോ എന്നുള്ളത് അവരൊക്കെ ഞങ്ങൾ ഇങ്ങനെയാണെന്നുള്ളത് പറയുകയാണെന്നുണ്ടെങ്കിൽ ഓക്കെ, അങ്ങനെ വിളിക്കാം. ഇല്ലാണ്ട് വേറൊരാൾ വന്ന് മുദ്ര കുത്തി നീ അങ്ങനെയാണ് എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല. നല്ലതാണെങ്കിൽ ഓക്കെ, നല്ലതാണെങ്കിൽ മാത്രം അതിനെക്കുറിച്ച് പറഞ്ഞാൽ മതി. ഇല്ലാണ്ട് ചീത്തയാണെന്നുണ്ടെങ്കിൽ ഒരാളുടെ ലൈഫിൽ കയറി ഇടപെടാൻ നിൽക്കണ്ട എന്നുള്ളതേ പറയാൻ പറ്റുള്ളൂ. പിന്നെ ഇതിന്റെ മറ്റൊരു വേർഷൻ കൂടെ ഉണ്ട് ചിത്ര. ഇപ്പൊ ഒരാള് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ് ഉണ്ടായിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അങ്ങനെ അവരുടെ ലൈഫ് കൊണ്ടുവന്നതാണ്. അവർക്ക് റിലേഷൻഷിപ്പിലെ സെക്സ് എന്ന് പറയുന്നത് ജസ്റ്റ് നീഡ് മാത്രമാണ്, അതിന്റെ അപ്പുറത്തേക്കൊന്നും കാണുന്നില്ല. അപ്പൊ ഇവര് ഇതിനെ കുറച്ചും കൂടെ സീരിയസ് ആയിട്ട് കാണുന്ന, അല്ലെങ്കിൽ അങ്ങനെ ഇത്തരത്തിൽ മൾട്ടിപ്പിൾ റിലേഷൻസ് ഇല്ലാത്ത, അല്ലെങ്കിൽ സെക്സിനെ മറ്റൊരു രീതിയിൽ കാണുന്ന ഒരാളുടെ അടുത്തേക്ക് പോകുന്ന സമയത്ത് ഈ മൾട്ടിപ്പിൾ റിലേഷൻ ഉള്ള ആൾക്ക് പലപ്പോഴും ഇതിനോടൊരു പുച്ഛമായിരിക്കും. കാരണം ഇവര് പറയുന്ന ഐഡിയോളജി, ഇപ്പൊ ഒരാൾക്ക്
വെർജിനിറ്റി എന്ന് പറയുന്നത് അവരെ സംബന്ധിച്ച് മാത്രം, അവരുടെ ആ ഒരു പ്രൈവറ്റ് സ്പേസിൽ മാത്രം അവർക്കത് വിലപ്പെട്ടതായിരിക്കാം, അല്ലെങ്കിൽ അതിനോട് അവർക്ക് അല്ലെങ്കിൽ മൾട്ടിപ്പിൾ റിലേഷൻസിലേക്ക് പോകുന്ന താല്പര്യമില്ലായിരിക്കാം. അപ്പൊ ഇവർ തമ്മിൽ കാണുന്ന സമയത്ത് ഈ മൾട്ടിപ്പിൾ റിലേഷൻ ഉള്ള ആള് നീ എന്താ ഇങ്ങനെയൊക്കെ കാണുന്നത്, നിന്റെ ഭയങ്കര ഇടുങ്ങിയ ചിന്താഗതിയാണ്, നീയും ഇങ്ങനെ ആകണം, അങ്ങനെ നമ്മള് പ്രോത്സാഹിപ്പിക്കുന്നതിനോട് എനിക്ക് അത്ര താല്പര്യമുള്ള ഒരു കാര്യം. ഇത് എവിടെന്നാ വന്നേന്നറിയോ? കാരണം കേരളത്തില് മൊത്തത്തില് ഫസ്റ്റ് പണ്ട് തൊട്ടേ നമ്മൾക്ക് എടുത്തു നോക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള ആൾക്കാരാണ് കൂടുതൽ. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ കല്യാണത്തിന് ശേഷം മാത്രം എന്നെ തൊട്ടാ മതി എന്ന് പറയുന്ന ആൾക്കാരാണ് നമ്മുടെ പണ്ടത്തെ ആൾക്കാര്. അതായത് ഒരു ഭൂരിഭാഗം ആൾക്കാരും അങ്ങനെ തന്നെയായിരുന്നു. വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അല്ലാതെ ഉള്ളത് ഉണ്ടായിരിക്കുള്ളൂ. പിന്നെ ഉള്ളത് ഈ കല്യാണത്തിനൊക്കെ ശേഷം എന്താ പറയുക, ഈ അവിഹിതങ്ങളൊക്കെ വരുന്ന ആ ഒരു കേസിൽ മാത്രമേ അങ്ങനത്തെ ഉള്ള സാഹചര്യങ്ങളുള്ളൂ. പണ്ടൊക്കെ ഇങ്ങനത്തെ ഉള്ള ആൾക്കാരാണ് നമ്മുടെ ബേസ്. അപ്പൊ അതുകൊണ്ട് അതിനകത്തൊന്ന് മാറാൻ എന്തായാലും കുറച്ച് നഷ്ടപ്പെടുകയാണെങ്കിലും കല്യാണം കഴിഞ്ഞുള്ള അവിഹിതങ്ങളാണെങ്കിൽ വിഷയമില്ല. അതിനു മുമ്പുള്ളതാണ് ഇത്തരം കാര്യങ്ങളിലേക്ക് പോകുന്നത്. ചിത്രേ, ഇവിടുത്തെ വിഷയം എന്ന് പറയുന്നത് വെർജിനിറ്റി അല്ലെങ്കിൽ അത് കീപ്പ് ചെയ്യാൻ ആഗ്രഹമുള്ളവർ കീപ്പ് ചെയ്തുകൊണ്ട് പോവുക. അല്ലാത്ത ആൾക്കാരെ സംബന്ധിച്ച് അത് അവരുടെ ജീവിത കാലഘട്ടത്തിലൊക്കെ അതിപ്പോ ഇങ്ങനെ ക്ലോസ്ഡ് ആയി വെക്കാനോ അല്ലെങ്കിൽ പേടിച്ചിരിക്കാനോ ഉള്ളൊരു സാഹചര്യം ഇല്ല. അവരെ തുറന്നു പറയുന്ന ഒരു സാഹചര്യം ഉണ്ട്. നമ്മൾ റീൽസിന് അതിലൊക്കെ കണ്ടിട്ടില്ലേ, വെർജിൻ ആണോ അല്ല, ഓക്കെ, അങ്ങനെ തുറന്നു പറയാനും അതൊരു നോർമലൈസ്ഡ് എന്റെ ലൈഫിൽ എനിക്കത് കുഴപ്പമില്ലാത്തൊരു വിഷയമാണെന്ന് തുറന്നു പറയാനുള്ള ആ ഒരു ധൈര്യം ഉള്ള സ്ത്രീകളും അല്ലെങ്കിൽ പുരുഷന്മാർക്ക് അത്ര ഉണ്ടോ എന്ന് എനിക്ക് അറിയത്തില്ല. സ്ത്രീകൾ അങ്ങനെ ഈ പാട്രിയാർക്കിക്കൽ സൊസൈറ്റി അനുസരിച്ച് സ്ത്രീകളാണല്ലോ ഇതെപ്പോഴും കീപ്പ് ചെയ്ത് പോകേണ്ടതെന്നുള്ള ഒരു സിസ്റ്റം ഉള്ളത്. അപ്പൊ സ്ത്രീകളെ സംബന്ധിച്ച് അത് അവരുടെ ലൈഫിൽ ഓക്കെ ആവാനും ഉള്ളൊരു സാഹചര്യമുണ്ട്. പക്ഷെ ഇതിന്റെ അകത്തിൽ ആവശ്യമില്ലാതെ ചെന്നിട്ട് തലയിടേണ്ട ആവശ്യമില്ല. വെർജിനിറ്റി പോയതാണെന്ന് വെച്ചിട്ട് അവിടേക്ക് പോയി അത് മുതലെടുക്കാനും പോകേണ്ട ആവശ്യമില്ല. കാരണം അങ്ങനെ ഒരു വേണ്ട. അതെ, നിങ്ങളുടെ സങ്കടങ്ങൾക്ക് ഇവിടെ യാതൊരുവിധ രീതിയുമില്ല. താല്പര്യമില്ലാത്ത വിഷയമാണെങ്കിൽ സ്കിപ്പ് ചെയ്ത് പോവുക. താല്പര്യമുള്ള വിഷയമാണെങ്കിൽ അതിൽ നിന്ന് കൂടുതലായിട്ട്, കാരണം നിങ്ങൾക്ക് ഓക്കെ ആയിട്ടുള്ള കേൾക്കാൻ ഇഷ്ടമുള്ളതാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ മാത്രം അവിടെ നിൽക്കുക എന്നുള്ള ഒരു രീതി മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്തിനാ വെറുതെ ആവശ്യമില്ലാതെ മറ്റുള്ളവരുടെ ലൈഫിൽ കയറി ഇടപെടാൻ ശ്രമിക്കുന്നത്?